കൊച്ചു പിണങ്ങി വെച്ചു. കൊച്ചിനെ ഞാൻ പുറത്ത് വിട്ടില്ല. അതുകൊണ്ട് പിണങ്ങി അങ്ങോട്ട് തിരിഞ്ഞ് വെച്ചു. ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കും. ബട്ട് സങ്കടപ്പെട്ട് വെളിയിലുള്ള കാഴ്ച കണ്ടുകൊണ്ടിരിക്കുക. ഇനി എന്നെ എപ്പോഴാണോ കച്ച് പറിക്കാൻ പോണേ എനിക്കറിയില്ല. പുറത്ത് വിടാത്തതിൻ്റെ ദേഷ്യം എല്ലാം കൂടെ തീർക്കും. ഇച്ചിരി കഴിയുമ്പോൾ നല്ല ഗുഡുകളായിട്ട് അടുത്ത് വരും. എന്നിട്ട് ചറവറ എന്നെ കച്ചാൻ തുടങ്ങും. ഇപ്പോൾ ഫീലിങ്സൊക്കെ ഉള്ളിൽ ഒതുക്കിയിട്ടിരിക്കുക അവിടെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ പുറത്ത് വിടുന്നില്ല എന്ന് കാണുമ്പോൾ കണ്ടോ ശങ്കരം എന്ന് കണ്ട കണ്ണൊക്കെ ഇറുക്കി അടച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കും. ഞാൻ പിണങ്ങിയിരിക്കുക എന്നൊക്കെ ഒന്ന് കാണിച്ചാൽ. എന്നാൽ ഡിസ്ട്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ കൊച്ച് കുറച്ച് നേരത്തേക്ക് അതൊക്കെ മറന്നു പോകും. കാറ് പോകുമ്പോഴോ കിളി പോകുമ്പോഴോ ഒക്കെ. ബട്ട് ചെവി ഇങ്ങോട്ടായിരിക്കും മിക്കവാറും. ഞാൻ പറയുന്ന എന്തുവാന്ന് ശ്രദ്ധിക്കും. എന്നെ കടിക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഒന്ന് ഞാൻ വീഡിയോ എടുത്തു, 2 ഞാൻ പുറത്ത് വിട്ടിട്ട് അകത്ത് കയറ്റി. അന്നേരവും കിട്ടി എനിക്ക്. ഇനി കുറച്ച് നേരം എന്നെ അവോയ്ഡ് ചെയ്ത് ഇങ്ങനെ നടക്കും. അല്ല പിണങ്ങി ഇപ്പം വേറെ ആക്ടിവിറ്റീസിലാണ്. മനസ്സിലായി ഞാൻ വീഡിയോ എടുക്കുവാണ്. അച്ചോ നമ്പർ കളിക്കുന്ന കള്ളി ഇല്ലെങ്കിൽ മിണ്ടായിരിക്കും. കണ്ടോ എന്നാലും പിണങ്ങിയിരിക്കുക. ചെവി ഇങ്ങോട്ടോ ചെവി നോക്കുന്നുണ്ട്. ഡിസ്ട്രാക്ഷൻ. കിളി ചക്കര നോക്കൂല. അമ്മയുടെ ചക്കര മുത്തെവിടെ? നമ്മുടെ കുഞ്ഞു അവിടെ. നമ്മുടെ ശുണ്ട് അവിടെ. ശുണ്ട് നമ്മുടെ ഷെറവല. നമ്മുടെ ശുണ്ട് ഷെറവല എവിടെ? ചക്കരെ കണക്കത്തിലാണ്. ആച്ചോ ഉച്ചോ കൊച്ചിന് പത്ത് പോകണം. വരുള്ളൂ. അവൾ വരും എൻ്റെ അടുത്ത്. പത്ത് പോകണമെന്ന് പറഞ്ഞോണ്ട് എന്തുവാ നോക്കണേ? കിളിയ